വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായ കശ്മീരിൽ ഇനി ചില്ലൈക്കല്ലൻ 5 പതിറ്റാണ്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ അതിശൈത്യം. ഇന്നലെ ആരംഭിച്ച ചില്ലൈക്കല്ലൻ ജനുവരി 31 വരെ ശക്തമായി തുടരും. 1.5 മാസത്തെ അതിശൈത്യത്തെ അതിജീവിക്കാൻ കശ്മീരും തയ്യാറെടുത്തു കഴിഞ്ഞു. കശ്മീരിന്റെ അനിർവചനീയമായ ഭംഗിക്ക് മാറ്റുകൂട്ടുകയാണ് ചില്ലൈക്കല്ലൻ. 50 വർഷത്തിനിടെ ശ്രീനഗർ വരവേൽക്കുന്നത് ഏറ്റവും തണുത്ത ഡിസംബറിനെയാണ്. വെളുത്തുമൂടിയ പർവ്വതനിരകളും ഒഴുക്കുനില ചുറയുന്ന നദീതടങ്ങളും കശ്മീരിനെ മഞ്ഞിൽ പൊതിഞ്ഞ് നിശ്ചലമാക്കുന്ന ചില്ലൈക്കല്ലൻ ഇന്നലെ ആരംഭിച്ചു. നീണ്ട 40 ദിവസം താഴ്വര ഇനി മറ്റൊരു ഭംഗി. കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ച് 40 ദിവസത്തെ അതിശൈത്യ കാലഘട്ടമാണ് കശ്മീരിൽ ഇനി കാണാൻ പോകുന്നത്. ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസം -6.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. വെള്ളിയാഴ്ച രാത്രി -8.5 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു. 1974 ശേഷമുള്ള ഏറ്റവും തണുത്ത രാത്രി. പ്രശസ്തമായ ദാൽ തടാകം ഉൾപ്പെടെ മരവിച്ചു. മഞ്ഞുപാളികൾ മുഴുവൻ താഴ്വരയെയും പിടികൂടി. പലയിടങ്ങളിലും താപനില മൈനസിലോട്ട് കടന്നു. ഇനി കശ്മീർ താഴ്വരകളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും കാണാം. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മനോഹാരിത കശ്മീരിനെ അനുഗ്രഹിക്കുമ്പോഴും ജനങ്ങൾക്കിത് അത്ര സുഖകരമല്ല. അപ്രതീക്ഷിതമായി വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നതിനാൽ ഹീറ്ററുകൾ ഉപയോഗിക്കാൻ പ്രദേശവാസികൾക്ക് കഴിയുന്നില്ല. അതിശൈത്യത്തെ നേരിടാൻ കശ്മീരിൽ പരമ്പരാഗതമായ വഴികളാണ് തേടുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ ഹമാമുകൾ, ബുഖാരികൾ, പോർട്ടബിൾ കാൻഗ്രി തുടങ്ങിയ പരമ്പരാഗത രീതികൾ ഏറെക്കുറെ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. റോഡുകളിലെ അപകടങ്ങളാണ് മറ്റൊരു പ്രധാന പ്രശ്നം. മഞ്ഞുമൂടിയ റോഡുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ട്രാഫിക് ഉദ്യോഗസ്ഥർ ഡ്രൈവർമാരോട് അഭ്യർത്ഥിച്ചു. അതിരാവിലെ ഐസ് പാളികൾ യാത്ര കൂടുതൽ അപകടകരമാക്കുമെന്ന് മുന്നറിയിപ്പ്. തണുപ്പ് കാലത്തെ വിവിധ പേരുകളിൽ കശ്മീർ വിശേഷിപ്പിക്കുന്നതിന് സമയപരിധിയുണ്ട്. ചില്ലൈക്കല്ലൻ 2025 ജനുവരി 31 അവസാനിക്കും. പക്ഷേ തണുപ്പ് പിന്നെയും തുടരും. തുടർന്ന് 20 ദിവസത്തെ ചില്ലൈ ഖുർദ്, 10 ദിവസത്തെ ചില്ലൈ ബച്ച എന്നീ കാലാവസ്ഥകളിലൂടെ കടന്നുപോകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.